ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വെളുപ്പാങ്കാലം 12 മണിക്ക് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ നല്ല ഉറക്കം. ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള പ്ലാൻ നേരത്തെ ഇട്ട് ഞാൻ അതൊക്കെ എല്ലാം വാങ്ങിച്ച് സെറ്റാക്കി വെച്ച്. അപ്പം പ്രതീക്ഷിച്ചില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്തൊന്നും പോവില്ല, അങ്ങനെ ഞാൻ പോയി വാങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കി. എന്തായാലും എനിക്ക് പ്രതീക്ഷിച്ച പോലെ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എന്തായാലും ചേട്ടൻ ഞെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ല, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരിത് പെരുമാറ്റം. എനിക്ക് അങ്ങനത്തെ വിഷമമൊക്കെ ഞാൻ നല്ല രീതിയിൽ ആക്ട് ചെയ്ത്. അപ്പം ഞാൻ ഗിഫ്റ്റ് 12 മണിക്ക് കൊടുത്ത് ഭയങ്കര സന്തോഷമായി. ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞ്. പിന്നെ വീഡിയോ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ വീഡിയോ ഇടാത്തത്. ഞാൻ ഒരു വാച്ചാണ് കൊടുത്തത്. ആദ്യത്തെ ബോക്സിലൊരു വാച്ചായിരുന്നു. നല്ലൊരു വാച്ച്, നല്ല ഇഷ്ടപ്പെട്ട്. ചേട്ടാ ഇതിന് മുമ്പേ പറയണുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു വാച്ച് വാങ്ങണമെന്ന്. അപ്പം ഒരു ബോക്സിൽ അതായിരുന്നു. പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടെയാണ്. അതൊരു ചെറിയ ഗിഫ്റ്റ്, ഒരു കീ ചെയിൻ പോലത്തെ ഒരു സംഭവം. അത് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം. എന്നുവെച്ചാൽ അതും പ്രതീക്ഷിക്കാതെ സെറ്റാക്കിയതാണ്. ഫസ്റ്റ് ഞാൻ ഇത് മാത്രമാണ് സെറ്റാക്കിയത്. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തൃപ്തി കുറവ്. വീണ്ടും ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനി ആയിട്ടുള്ള ഒരു കീ ചെയിനാണ്. നല്ല ഭംഗിയാണ്. പുറമേ കാണാനായാലും അകത്ത് കാണാനായാലും നല്ല ഭംഗിയാണ്. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം. ഞാനാണ് ഒട്ടിച്ച് ഉറക്കി വെച്ചത്. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റില്ല. അതിനകത്തൊരു പാക്കിംഗ് ഉണ്ട്, ഒരു പേഴ്സ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്താണ് ഈ കീ ചെയിൻ വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ കീ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോക്സാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഞങ്ങളെ ഫോട്ടോ ഒരുപാട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ്. ഇതും നല്ല ഇഷ്ടപ്പെട്ടു ചേട്ടൻ. ഞാൻ എൻ്റെയും ചേട്ടൻ്റെയും മോളെയും കൂടെ ഉള്ള ഫോട്ടോസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. യൂണിക്കോണിൻ്റെ ഒരിതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ എൻ്റെ ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ്. ഞാൻ നല്ലതായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. വാച്ചും ഫോട്ടോ കീശയിനാണ് കൊടുത്തത്. നല്ല ഇഷ്ടപ്പെട്ട് ചേട്ടന്. എനിക്കും എന്തുകൊണ്ടും തൃപ്തിയായി, സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഇത് നല്ലതായിട്ട് അടയ്ക്കാൻ പറ്റും. ഇത് പിന്നെ ഞങ്ങളിവിടെ ഈ കീയൊക്കെ ഹോൾഡ് ചെയ്യണില്ലേ, അതിൽ ഞാൻ തൂക്കിയിട്ട്, അപ്പോൾ നമുക്ക് എപ്പോഴാണ് കാണാമല്ലോ, അങ്ങനെ അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചേട്ടൻ എന്തായാലും ഇഷ്ടപ്പെട്ടു, എനിക്കത് മതി. പിന്നെ നമ്മളെ ബർത്ത്ഡേ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ സിറ്റിയിലാണ് പോയത്. സിറ്റിയിൽ പോകേണ്ട വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സിറ്റിയിൽ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു മൂവി കാണാനുള്ള പ്ലാൻ ഇട്ട് കൈരളി തിയേറ്ററില്ലേ അവിടെ പോയി. ഇപ്പം ഇന്നലെ പുതിയൊരു സിനിമ ഇറങ്ങി, മരണമാസ്. നല്ല അടിപൊളി സിനിമയാണ്. അപ്പം ഞങ്ങൾ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് കൈരളി തിയേറ്ററിലാണ് പോയത്. അടിപൊളി തിയേറ്റർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തിയേറ്ററിൽ പോണത്. അടിപൊളി തിയേറ്റർ. കൈരളി ശ്രീ നിള എന്നാണ്. അപ്പം 3 ഇതാണ്. അടിപൊളി. ഇന്നലെ തന്നെ 2-3 സിനിമ എന്തോ ഇറങ്ങി. ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമ, പിന്നെ നെസ്ലിയുടെ ഒരു സിനിമ, അങ്ങനെ ഒരുപാട് 2-3 സിനിമ എന്തോ ഇറങ്ങി. മമ്മൂക്കയുടെ സിനിമയൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മൾ മരണമാസ സിനിമ ആണ് കൈരളിയിലാണ് വന്നത്. അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. ആ സിനിമ കാണാനാണ് വന്നത്, മരണമാസ്, ബേസിൽ ജോസഫിൻ്റെ. പിന്നെ അതിൻ്റെ കണ്ട നല്ല നിറയെ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കുള്ള വ്യൂ ഇതാണ്. ട്രോഫിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് അങ്ങ് പോകേണ്ടതില്ല. നമ്മൾ താഴത്തെ ഫ്ലോറാണ് ഇപ്പം കണ്ടത്. നമ്മൾ പിന്നെ മേളിൽ കയറണം. പിന്നെ നമ്മൾ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പല്ല, ഇതുണ്ട്, എൻ്റെ പേരും പറഞ്ഞതല്ല,
ലിഫ്റ്റുണ്ട്, നമ്മൾ നടന്നാണ് കയറിയത്. ആ സെക്ഷനിലാണ് നമ്മൾ പോപ്കോണും ഐസ്ക്രീം, വെള്ളം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. വാഷ് റൂമുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അടിപൊളിയാണ് കാണാൻ. ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ച്, മസാല പോപ്കോണാണ് വാങ്ങിച്ചത്, 100 രൂപ എന്തോ ആണ്. പിന്നെ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് അകത്ത് കയറി. തിയേറ്ററിൻ്റെ അകത്തുള്ള വ്യൂ ഇതാണ്, സൂപ്പറാണ്. നല്ല AC-യും നല്ല കളർഫുൾ ലൈറ്റും നല്ല മണമൊക്കെ ആയിരുന്നു. എന്തൊക്കെ നല്ല മണക്കാനുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോപ്കോണൊക്കെ വയ്ക്കേണ്ട സ്ഥലത്ത് അതൊക്കെ വച്ച് നമ്മൾ സിനിമ കാണാനുള്ളൊരിതാണ്. നമ്മൾ ഈ ലൈറ്റ് ശ്രദ്ധിച്ച പത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെയൊക്കെ ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ കുറച്ച് ഷോ ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങി മരണമാസ സിനിമയാണ് കണ്ടത്. പിന്നെ ഇതാണ് നായകൻ്റെ എൻട്രി. വെൽക്കം. ഇവനാണ് പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങി. വണ്ടി താഴോട്ടാണ് പാർക്ക് ചെയ്യാൻ വെച്ചിരുന്നത്, തിയേറ്ററിൻ്റെ കുറച്ച് താഴോട്ട്. അപ്പം പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുക്കാൻ പോയി. തിരിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ഞാൻ അവിടെ കണ്ട കുറേ ശില്പങ്ങളൊക്കെ ആയിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് നമ്മൾ പാഴ്സലാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരു ലെമൺ ജ്യൂസും ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ കുഴിമന്തിയിലാണ് പോയി കഴിക്കാൻ പോയത്. പിന്നെ തിരിച്ച് വരണ വഴിക്ക് ഞങ്ങളൊരു കേക്ക് വാങ്ങാനൊക്കെ കയറി. ചേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ വൈകിട്ടൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളൊരു കേക്കൊക്കെ വാങ്ങാനൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ കയറി. നമ്മൾ പ്രതീക്ഷിച്ച കേക്ക് കിട്ടിയില്ല, കാരണം ഒരു കുഞ്ഞ് കേക്കാണ് പ്രതീക്ഷിച്ചത്. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ കയറി ഒരു കേക്കും കുറച്ച് മുട്ടായിയും ബലൂണൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ ഉച്ചത്തേക്ക് ചിക്കൻ ബിരിയാണി കുഴിമന്തിയാണ് വാങ്ങിച്ചത്. നമ്മൾ വീട്ടിൽ പോയി പാഴ്സലൊക്കെ നമ്മൾ പൊളിച്ച് കഴിച്ചായിരുന്നു. നമ്മൾ കടയിൽ ഇരുന്ന് കഴിക്കാതെ മോളുള്ളതുകൊണ്ട് മറ്റേ വീട്ടിൽ ഇരുന്ന സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കഴിച്ച് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി എമ്മി ആയിട്ടുള്ള ഒരു ബിരിയാണിയായിരുന്നു. പിന്നെ വൈകിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വാങ്ങിച്ചത്. പിന്നെ മുട്ടായി, ചെറിയ രീതിയിലുള്ള സെലിബ്രേഷനായിരുന്നു. ചേട്ടൻ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളൊരു കുഞ്ഞ് ഫാമിലിയിൽ ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മൾ സന്തോഷം അത്രയാണ്. പിന്നെ എല്ലാം എൻ്റെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലൊക്കെ കേക്ക് കൊണ്ടു കൊടുത്ത് നമ്മളെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.